ഹലോ, ഇന്നിപ്പോൾ രാവിലെ തന്നെ നമുക്ക് കുറച്ച് ചട്ടികളൊന്ന് നിറക്കാനുണ്ട്. വേറൊന്നിനല്ല, കുറച്ച് തക്കാളി തൈ നടാനാണ് കേട്ടോ. അപ്പോൾ ഈ ചട്ടികളിലൊക്കെ 10 ചട്ടിയുണ്ട്. അതിൽ തക്കാളി തൈ നടാമെന്ന് വിചാരിക്കുന്നു. 12ഓ 13ഓ തക്കാളി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 10 ചട്ടിയിലായിട്ട് നമുക്ക് അത് നടണം. മണ്ണ് ഇടുന്നതിന് മുമ്പ് അടിഭാഗത്തായിട്ട് കുറച്ച് ഉള്ളിയുടെ തോട് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചരക്ക് കടകളിലൊക്കെ പറഞ്ഞേൽപ്പിച്ചാൽ നമുക്കിതുപോലെ കുറേ ഉള്ളിത്തോടും അതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ കൃഷി ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ഉള്ളിത്തൊണ്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ ചട്ടിയുടെ അടിഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ തക്കാളി തൈ നടാൻ ഉപയോഗിക്കുന്ന മണ്ണെന്ന് പറഞ്ഞാൽ സാധാരണ മണ്ണും പിന്നെ കമ്പോസ്റ്റ് ഉണ്ടല്ലോ, അതും ചകിരിച്ചോറും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മണ്ണാണ് കേട്ടോ. അപ്പോൾ ഈ മണ്ണ് ചട്ടിയുടെ 3/4 ഭാഗത്തോളം നിറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നടുന്ന ചട്ടികളൊക്കെ ഉണ്ടല്ലോ, അത് കൃഷിഭവനിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് കേട്ടോ. അങ്ങനത്തെ 10 ചട്ടികളാണ് ഓരോരുത്തർക്കും കിട്ടുക. അപ്പോൾ ഈ ചട്ടിയിൽ അവർ 2 ചാക്കും തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഓൾറെഡി മിക്സഡ് വളം ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ചാക്കാണത്. അതിൽ നമ്മൾ ഈ 10 ചട്ടിയിൽ ഫില്ല് ചെയ്യാനുള്ള മണ്ണ് കറക്റ്റ് അതിലുണ്ടാവുക. ഈ ചട്ടി 3/4 മാത്രം നിറച്ചാൽ മതി, ഫുള്ള് നിറക്കണ്ട. അതിനുള്ള മണ്ണേ അതിലുള്ളൂ കേട്ടോ. മണ്ണും കമ്പോസ്റ്റും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരിതാണ്. അപ്പോൾ 2 ചാക്കാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ 10 ചട്ടിക്ക്. അപ്പോൾ അത് മൊത്തം ഒന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് തൈയും കിട്ടിയിരുന്നു. ഇനി നമുക്ക് ഈ തൈയൊക്കെ നട്ടതിന് ശേഷം അത് ഒന്ന് പിടിച്ച് വന്നിട്ട് നമുക്കൊരു 15 ദിവസത്തിന് ശേഷം വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഞാൻ വേദിയിൽ തന്നെ നട്ട് കൊടുക്കുകയാണ്. നട്ട് കൊടുത്തിട്ട് ഒരു തണലുള്ള സ്ഥലത്തേക്ക് ഇതൊന്ന് മാറ്റി വെക്കണം. 2 ദിവസം കഴിയുമ്പോൾ നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് തക്കാളി ഒന്ന് പിടിച്ചതിന് ശേഷം 2 ദിവസം കഴിയുമ്പോൾ വെയിലുള്ളൊരു സ്ഥലത്തേക്ക് പിന്നെ എടുത്ത് മാറ്റും കേട്ടോ. അത് കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞിട്ടേ പിന്നെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളേ. കാളിത്തൈയുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ വാട്ടരോഗമാണല്ലോ. അപ്പോൾ നമ്മളിത് നട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സുഡോമോണസ് കലക്കിയിട്ട് ഇലകളിലും അതുപോലെ കടയ്ക്കും മണ്ണിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തും കൊടുക്കണം കേട്ടോ. തക്കാളിത്തൈ എന്ത് ചെടി നട്ടു കഴിഞ്ഞാലും ഈ സുഡോമോണസ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ തക്കാളിത്തൈയുടെ കാര്യത്തിലാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല. അങ്ങനെ തക്കാളിയുടെ കാര്യമൊക്കെ ഒന്ന് സെറ്റാക്കി കേട്ടോ. അതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ പിന്നത്തെ പണികൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. വൈകുന്നേരം നമ്മൾ പോയത് പറമ്പിൽ നമ്മുടെ ചെടികളെയൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ്. വെള്ളം അടിക്കണമായിരുന്നു. പിന്നെ അതുകൂടാണ്ട് തക്കാളിയൊക്കെ അന്ന് കുറേ കോലൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ചിലതിനൊക്കെ ഇപ്പോഴും കോലിലൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടി കൊടുക്കാനും അതുപോലെ അതിൻ്റെ ചുറ്റുമുള്ള പുല്ലുകളൊക്കെ ഒന്ന് പറിച്ച് കളയാനും വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ നനയ്ക്കണമല്ലോ, അത് സ്ഥിരം നമ്മളെല്ലാ ദിവസവും നനയ്ക്കണം, അത്രയും വെയിലാണ് അവിടെ. രാവിലെ തക്കാളി ചട്ടിയിൽ നടാനുള്ളതുകൊണ്ട് രാവിലെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് കേട്ടോ അവിടെ പോയത്. നമ്മൾ ഓരോ ദിവസം പുല്ല് പറിച്ചാലും പിന്നെയും പുല്ലിങ്ങനെ കൂടി വരും. ഗ്രോ ബാഗിൽ നടുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. പക്ഷേ നമുക്ക് വേരോടി ചെടി നല്ല രീതിയിൽ വളരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിലത്ത് തന്നെ നടണം അല്ലേ. കുറച്ച് പുല്ല് പറിച്ചാലും കുഴപ്പമില്ല, ഇത് ഉണ്ടായി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഈ വെള്ളവും ഇതിൻ്റെ ഇടയിലേക്ക് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം നിർത്തലും പുല്ലുപറിയും കൂടി ഒരുമിച്ചാണ്. പിന്നെ നമ്മുടെ മത്തനുണ്ടല്ലോ, അതിനൊന്ന് പടരാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടിന് 2 സൈഡിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് എൻ്റെ വള്ളികൾക്കൊന്ന് പിടിച്ച് ഒന്ന് പടർന്ന് കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിലത്താണ് നമ്മളിത് പടർത്തണം കേട്ടോ, മുകളിലേക്ക് വല കെട്ടി കൊടുക്കുന്നില്ല. നമുക്കിനി പാവലൊക്കെ നടണം. പാവലൊക്കെ നടുമ്പോൾ നമുക്ക് മുകളിലേക്ക് വലയൊക്കെ ഓസ് നമ്മൾ ഇതുപോലെ ആണല്ലോ വലിച്ചുകൊണ്ട് നടന്നിട്ടാണല്ലോ ഇതിനൊക്കെ വെള്ളം ഒഴിക്കണത്. അപ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ നട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓസ് വലിച്ച് കൊണ്ടുപോകാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തെങ്ങിനും നനയ്ക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് നമ്മൾ കറക്റ്റായിട്ട് ഓസ് വലിക്കാനുള്ള സ്പേസ് വിടണം. ഒപ്പം തന്നെ നമുക്ക് എല്ലാ ചെടികളും നടാൻ വേണം. അപ്പോൾ അത് സ്ഥലമൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ടാണ് ഓരോന്ന് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇതിന് മൊത്തത്തിലൊക്കെ ഇന്ന് നനച്ചു കൊടുത്തു, പുല്ലൊക്കെ പറിച്ചു കൊടുത്തു. നമുക്ക് കൊള്ളി നട്ടിട്ടുണ്ടല്ലോ, ആ കൊള്ളിയുടെ കടക്കൊക്കെ നമ്മളന്ന് ചാരമൊക്കെ ഇട്ട് കണ്ണി കൂട്ടിയൊക്കെ കൊടുത്ത് പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ ആ ചാരമൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നിറച്ച് പുല്ല് അങ്ങോട്ട് വന്നിട്ട് ആർത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ പുല്ല് കംപ്ലീറ്റ് ഇനിയൊന്ന് പറിച്ച് കളഞ്ഞിട്ട് രണ്ടാമത് കോഴിവളവും ചാരമൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം.
അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട്. പണ്ടൊക്കെ കൊള്ളി നട്ടിട്ട് പോവുള്ളൂ, പിന്നെ അത് പറിക്കാൻ നേരത്താണ് വരാറെന്ന്. എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ പണ്ടൊക്കെ കൊള്ളി നട്ടിട്ട് പിന്നെ അതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യില്ല, അത് പറിക്കാൻ നേരത്ത് ആവുമ്പോഴേക്കും അതിന് നല്ല വിളവ് ഉണ്ടായിട്ടുണ്ടാവും. കൊള്ളിക്കൊന്നും അധികം പണ്ടാരും ഒന്നും വളങ്ങളൊന്നും ചെയ്യില്ല എന്ന് എൻ്റെ കുറച്ച് പഴയ കൃഷിയുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇക്കാലത്ത് അങ്ങനെ ചെയ്തിട്ട് കൊള്ളിയുടെ അടിയിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ഇതിന് കുറച്ച് ചാരവും കോഴിവളവും ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കൊള്ളിക്ക് ഇട്ട് കൊടുക്കുന്ന വേറെ എന്തെങ്കിലും വളങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മൊത്തത്തിലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.